ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാസിമിനെ ഫൈനലി പ്ലേ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം പോകണം. അപ്പോൾ തലേ ദിവസം രാത്രി തുടങ്ങിയുള്ള ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഡിന്നറിനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ ചോറൊക്കെയാണ് കഴിക്കുന്നത്. ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഇതേ ഒരു മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോര് കറി, അതേപോലെ ബീട്രൂട്ടും കുറച്ച് ബീൻസും പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മുട്ടയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ മോന് അഡ്മിഷൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ടൈം കിഡ്സിൽ വിളിച്ചപ്പോൾ ഓണത്തിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി അവനെ വിടുകയും വേണം. പിന്നെ കുറച്ച് അവന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ബിസ്മി ഉണ്ട് കേട്ടോ. അപ്പോൾ ബിസ്മിയുടെ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളും മഷ്റൂം, ബ്രക്കോളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള നഗറ്റ്സ്, മോമോസ് എല്ലാം അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ബിസ്മിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അഡ്മിഷന് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഞാനകത്ത് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവൻ്റെ സ്പീച്ച് തെറാപ്പിയുടെ കാര്യവും എല്ലാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി വിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മൂപ്പർക്ക് വല്ല ഐഡിയ ഒന്നുമില്ല ഏതാ എന്താണെന്നുള്ളതൊന്നും. അത് കഴിഞ്ഞും എനിക്ക് 2-3 ഷോപ്പിലൊക്കെ കയറാനുണ്ടായി. പിന്നെ കുറച്ച് കൂടുതൽ പത്തിരി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിരി കടയിൽ കയറിയിട്ട് ഞാൻ കുറച്ച് പത്തിരിയൊക്കെ വാങ്ങി നേരെ ബിസ്മിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്കൂളിലേക്കും വിടുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവൻ ഉണ്ടാക്കി കൊടുത്തയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ നല്ല പെന്നെ പാസ്തയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് ഗൾഫിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, മോമോസ്, പിന്നെ നഗറ്റ്സ്. ഇവിടെ ചെറിയൊരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അഡ്വർടൈസ്മെൻ്റ് ആണ് എന്നാണ് തോന്നുന്നത്. കുറച്ച് ആളുകൾ ക്യാമറയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബർഗർ ബണ്ണ്, പിന്നെ പാസ്ത, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ബ്രക്കോളി, ക്യാപ്സിക്കം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറക്കി. പിന്നെ നമ്മുടെ ചീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി. ബ്രക്കോളി ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് കട്ട് ചെയ്തിട്ട് വെയിറ്റ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യാറ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല, എനിക്കതൊന്നും ആവശ്യമില്ലാത്തതാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് വെയിറ്റ് വെക്കാൻ പറഞ്ഞു. കാരണം ബ്രക്കോളിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിനായിരിക്കട്ടെ ഭയങ്കര വെയിറ്റ്. പിന്നെ അതേ ഹാസ്ബിന് ജ്യൂസ് വേണമെന്നും പറഞ്ഞതേ അവിടെ നിന്ന് എടുത്ത് കുടിച്ചു. അതൊക്കെ ചെറിയൊരു പോർഷനാണ് കേട്ടോ കുടിച്ചുള്ളൂ. ബാക്കി പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഞാൻ തന്നെയാണ് കുടിച്ച് തീർത്തത്. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു അഡ്മിഷനും ബിസ്മിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ തലേ ദിവസത്തേക്ക് സെറ്റാക്കി വെച്ചതുകൊണ്ട് വന്നപ്പോൾ തന്നെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാത്ത കുറേ തേങ്ങകൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒരു 5-6 എണ്ണം ഞാനൊന്ന് പൊതിച്ചെടുത്തു. വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയാലുള്ള പ്രശ്നം കൊതുകാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയുണ്ടാവില്ല മഗ്‌രിബിന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പ് തന്നെ തേങ്ങയൊക്കെ പൊതിച്ച് ഞാൻ അകത്തേക്ക് കയറി മഗ്‌രിബ് നിസ്കാരവും മൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാനൊരു 6 എണ്ണം പൊതിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 2 എണ്ണമൊക്കെ കേടായി കളഞ്ഞു. ബാക്കിയുള്ളത് അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഹാസിമിൻ്റെ അടുത്ത ടോയ് ദേ വന്നിട്ടുണ്ട്. ഞാൻ സൂചിയും നൂലും പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഊട്ടി ചെയ്യാൻ വരുന്ന സമയത്ത്. നമ്മൾ നൂല് സൂചിയിലേക്ക് കോർക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു കോൺസെൻട്രേഷൻ വേണമല്ലോ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് അതിൻ്റെ അകത്തേക്ക് കൂടെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലത്തെ ഒരു കൺസെപ്റ്റാണ് ഇതിൽ കൂടെ ഈ ഒരു ബോൾസ് ഇങ്ങനെ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ആൾക്ക് മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം അത് വെച്ചിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് മാലയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കളിക്കാനായിട്ട്.
വെറുതെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഓരോ കളറുകൾ പറയണം കേട്ടോ. യെല്ലോ ബോൾസ് ഇട്, അതേപോലെ ഓറഞ്ച് ഇട്, പിങ്ക് ഇട് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ടിടും. അതല്ലാതെ വെറുതെ ഓരോന്ന് അങ്ങനെ ഫില്ല് ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കളറുകൾ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ശ്രദ്ധിച്ച് ചെയ്തോളും. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ പത്തിരി കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഇനി രാവിലെ പത്തിരി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടക്കറി റെഡിയാക്കണം. അപ്പോൾ രാവിലെ ഒരു 8:45 കേട്ടോ ആളുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ആക്കാമെന്നാണ് വിചാരിച്ചത്. Green. Yes, very good. ഇതില് പിങ്ക് കളർ ഏതാ? ദേനാ പിങ്ക്, ഇതാണ് പിങ്ക്. ഓക്കെ, പിങ്ക്. അങ്ങനെ മൂപ്പരുടെ കൂടെ കുറേ നേരം ഇരുന്ന് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുക്കണം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ വളരെ കാര്യമായിട്ടൊക്കെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കോണും ഒക്കെ ആയിട്ട് കുറച്ചൊരു മസാല റെഡിയാക്കണം. എന്നിട്ട് നമ്മളുടെ ജീരകശാല റൈസിൽ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെ സെറ്റാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഒരു 2 സവാളയും ഒരു തക്കാളിയൊക്കെ ആയിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് നേരെ ഓയിൽ ഒഴിച്ചിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി മാത്രം ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് സവാള ഒന്ന് അവിടെ കിടന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നേരത്തെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മൂത്തക്കട വീട്ടിൽ നിന്ന് മക്കൾ വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കും കൂടി ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി വന്നത്. പിന്നെ അതും ഒന്ന് ചൂടാക്കാനൊക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ രാത്രി നല്ല ഹെവി ഡിന്നറായിരുന്നു കേട്ടോ. അത്യാവശ്യം ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. വെയിറ്റൊക്കെ നമ്മൾ പിടിച്ചു കൊടുത്ത് കിട്ടാതായിട്ടുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിക്കലൊക്കെ ഒരു തോന്നുന്ന പോലെയാണ്. കിട്ടിയതൊക്കെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറിയിൽ ഏറ്റവും സമയം പോണ സംഭവം സവാള ഒന്ന് വഴണ്ട് വരാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അത് നേരത്തെ തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നായിക്കോളും. ആ നേരം കൊണ്ട് നമുക്ക് വേറെ പരിപാടികളൊക്കെ അങ്ങനെ തീർക്കാം. പിന്നെ ഫ്രീസറിൽ നിന്ന് ഞാൻ ഇവിടെ കോണുണ്ടല്ലോ, കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിസ്മിന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ കുറച്ചൊന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ. ഗൾഫിലാണെങ്കിൽ പിന്നെ ഭയങ്കര സുഖമാണ്. ആ ഒരു ബോക്സിൽ നിന്ന് നേരെ മിക്സിയിലേക്ക് എടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇവിടെയാകുമ്പോൾ തേങ്ങ പൊതിക്കണം, തേങ്ങ ചിരണ്ടണം, അങ്ങനെ കുറച്ച് പരിപാടികൾ കുറച്ച് എക്സ്ട്രാ വരും. എന്നാലും കുഴപ്പമില്ല, ശരീരം അനങ്ങുന്ന പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. വെറുതെ ഇരിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതിനോടാണ് എനിക്കെപ്പോഴും താല്പര്യം. പിന്നെ നമ്മുടെ മസാലകളെല്ലാം വഴണ്ട് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഏകദേശം ഒന്ന് പാകമായി കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, കാരണം തക്കാളി അങ്ങനെ കംപ്ലീറ്റ് വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ബിരിയാണി ഉണ്ടല്ലോ, അതൊന്ന് ആവിയേറ്റാൻ വെക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബസ്മതി റൈസ് വെച്ചുണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ച് ഫിഷ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിൻ്റെങ്കിലും കൂടെ റൈസിൻ്റെയൊക്കെ കൂടെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് ഭയങ്കര ചെറിയ ചെമ്മീനായിരുന്നു കേട്ടോ, ഒട്ടും സൈസില്ല. അത് നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീനും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ രാവിലെ 9 മണിക്കാണെങ്കിലും കുറച്ച് പണികളൊക്കെ രാത്രി കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. കാരണം ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്കും അവനും ഒക്കെ ഒരു ടെൻഷനുള്ളൊരു ദിവസമാണല്ലോ. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് പാകമായി വന്നപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയിടാണ് കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു 3 ദിവസത്തെ കറി ഉണ്ടാവും.
അങ്ങനെ മുട്ടക്കറി ഇതേ അവിടെ റെഡിയായി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചെമ്മീൻ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അവന് റൈസിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ അതൊന്ന് നന്നാക്കി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണെങ്കിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് സ്വീറ്റ് കോണും ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെറിയ ചെമ്മീനാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റൈസിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചെടുത്തൊന്ന് നന്നാക്കി അതും ക്ലീൻ ചെയ്ത് അതേപോലെ ബ്രസ്റ്റ് പീസും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കോണും ഒക്കെ എടുത്ത് പിന്നെ ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുകയാണ്. പൊടികളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഉപ്പും പെപ്പറും മാത്രം ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് ഈ ഒരു മസാല ഇട്ടിട്ട് വേവിച്ച റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ കൊടുത്തേക്കാലോ. അപ്പോൾ അതാണ് പ്ലാനിങ്. അത് അങ്ങനെ ബ്രസ്റ്റ് പീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സുഗുണ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ. അവിടെയും ബ്രസ്റ്റ് പീസ് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും. അങ്ങനെ സ്വീറ്റ് കോണും നമ്മുടെ തണുപ്പൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ചിക്കൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. ഇത് മൂന്നും കൂടി വഴറ്റി വേവിച്ച് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായി. അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചെറിയൊരു പീസ് ക്യാരറ്റും ഉണ്ടായിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അതും കൂടി ചെറിയതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. നമ്മളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കിച്ചൺ മെസ്സാവാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. അങ്ങനെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് അപ്പോഴത്തേനും ഹാസിമ് ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കിന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം വരുമ്പോൾ വാവാവോ എന്നാണ് പറയണേ. അതും പറഞ്ഞാൽ എൻ്റെ പുറകെ കുറച്ച് നേരമായി നടക്കണം. അപ്പോൾ ഈ പണി അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചിരുന്ന് ടി വി കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ഫോറൻസിക് സിനിമ കാണുന്നുണ്ട് ടി വിയിൽ. കുറച്ച് നേരം അത് കണ്ടിരുന്ന് അങ്ങനെ ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി. അവൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവനേക്കായും എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ പേപ്പറൊക്കെ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് പേപ്പറൊക്കെ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. പകുതി പണികൾ ചെയ്തത് കൊണ്ട് വളരെ സമാധാനം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോറൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനുള്ള അരി ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ ജീരകശാല റൈസ് ഉണ്ടല്ലോ, അവന് അത്രയും മതിയാവുമല്ലോ, അത് തന്നെ കൂടുതലാണ്. അതൊന്ന് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് അത് എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ വായിക്കണ പരിപാടി എനിക്ക് വളരെ കുറവാണ് കേട്ടോ. പിന്നെ അത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ള വല്ല ന്യൂസോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ പേപ്പർ വായിക്കണ പരിപാടി. എനിക്ക് എപ്പോഴും വഴക്ക് പറയും, നിനക്ക് ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്കും ആ ഒരു ശീലം ഇല്ലയെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇക്കായും ഇല്ലാത്തതുകൊണ്ട് ന്യൂസ് പേപ്പർ വെറുതെ സൈഡിലിങ്ങനെ ഇരുന്ന് പോവും. എന്തായാലും അത് നമ്മൾ പറയുന്നുണ്ട് ന്യൂസ് പേപ്പർ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനൊന്ന് ഓടിച്ച് പോകട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയമുണ്ട്. പിള്ളേരും എല്ലാവരും കൂടി ഉള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഹറിബറിയാണല്ലോ. രാവിലെ 6:30 മണിക്ക് സ്കൂൾ ബസ് വരും, പിള്ളേരെ വിടണം. അത് കഴിഞ്ഞ് സൂമ്പക്ക് പോവും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, കൊടുത്തു വിടാൻ എന്തെങ്കിലും ഫുഡ് ആക്കണം. പിന്നെയും പിള്ളേർ വരാറാകുമ്പോൾ ലഞ്ച് റെഡിയാക്കണം. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. പക്ഷെ ഇപ്പം നല്ല റിലാക്സിങ് ആണ്. പണികളൊക്കെ ഒരു പകുതി കുറഞ്ഞ അവസ്ഥയാണ്. ഇക്കാക്കും അവിടെ കുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 8 മണി ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടൊക്കെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് പിള്ളേർ പോണ സമയമൊക്കെ മക്കളെ കാണാറുണ്ട്. ചിലപ്പോൾ ക്യാമറയിൽ കൂടെ സംസാരിക്കും. അതല്ലെങ്കിൽ ആ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്ന് കാണും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 5-6 പത്തിരിയൊക്കെ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ റൈസും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടുതൽ വെള്ളത്തിലിട്ടത് കൊണ്ട് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അങ്ങനെ ഒരു കണക്കിനാണ് കേട്ടോ വെള്ളം വെച്ചേക്കുന്നത്.
പിന്നെ നമ്മുടെ റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇല്ല, അത് ഓൾറെഡി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കനും കോണും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഓയിലിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം ചെമ്മീൻ പെട്ടെന്ന് വെന്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ്റെ കളറ് കുറച്ച് മാറി വന്നിട്ടാണ്. കാരണം ചെമ്മീൻ കുറച്ച് ലേറ്റായിട്ട് ഇട്ടാൽ മതിയായിരുന്നു, കുഞ്ഞ് ചെമ്മീനായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളറ് മാറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹാർഡുമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കലും ചിക്കൻ വേവിക്കാനിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കരുത്. അത് സംഭവം പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഓഫാക്കി എടുക്കുകയാണ് ചെയ്തേട്ടാ. എനിക്ക് റൈസ് കുറച്ച് കൂടുതൽ വെന്ത് മിക്സായി നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതാകുമ്പോൾ പിള്ളേർക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരെണ്ണത്തിനെ തൊടാതെ വിട്ടിരിക്കുന്ന റൈസാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ പാടായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാനും കുഞ്ഞിന് കഴിക്കാനും അത് തന്നെയാണ് കംഫർട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്നാക്സായിട്ട് എള്ളുണ്ടയും നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളും. അപ്പോൾ എല്ലാം കൂടി ഒരു ലഞ്ച് ബോക്സിലാണ് കേട്ടോ പ്ലാൻ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്ത വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് ഇങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ. നല്ല ലഞ്ച് ബോക്സാണ്. ഇതേപോലത്തെ തന്നെ സെയിം ദുബായിലുണ്ടെങ്കിലും നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മൂടി കാര്യങ്ങളൊന്നും ഇല്ല. ഒരെണ്ണം അപ്പുറത്തേലേക്ക് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഗൾഫിൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ടൈറ്റായിട്ടുള്ള മൂടിയാണ്, ഒരെണ്ണം അപ്പുറത്തേക്ക് പോവാതെ നല്ല സെറ്റായിട്ട് ഇരുന്നോളും. അതെ, ഇതിൽ ഒരുപാട് കളറ് മാറിയ ചെമ്മീനൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. മോനെടുത്ത് വെച്ചപ്പോൾ ഞാൻ അത്യാവശ്യം ശ്രദ്ധിച്ച് ചിക്കൻ പീസും കോണും മാത്രമായിട്ട് അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ സെറ്റായിട്ടുണ്ട്, ഫസ്റ്റ് ഡേ അല്ലേ. അതല്ലെങ്കിലും ആൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് വരും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആൾ എഴുന്നേറ്റ് വരാറുണ്ട് കേട്ടോ. നേരത്തെ തുടങ്ങിയ ആൾക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫുഡ് വേണം കേട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ ഇപ്പോൾ ഞാനത് മാറ്റി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്ത് ആളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോട്ടിയിലൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമെങ്കിലും അതങ്ങനെ അങ്ങോട്ട് ശീലമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ ഉടനെ തന്നെ നല്ല ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡും കൊടുത്തു കേട്ടോ. ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഇടിച്ചു. പുതിയ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. വണ്ടി വരും 8:50 എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ അല്ലേ, ഞാൻ കൊണ്ടുപോയി ആക്കാമെന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ ആളുമായിട്ട് ഇറങ്ങുകയാണ് ചെയ്തേട്ടോ. പല ഇമോഷൻസ് ആയിരുന്നു കേട്ടോ മനസ്സിൽ. ഹാസിം ഇത്രയും പെട്ടെന്ന് വലുതാവണ്ടിയില്ലായിരുന്നു എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ മൈൻഡിൽ. എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കാടെ വീട്ടിലാണെങ്കിലും ഏറ്റവും ചെറിയ ആൾ ഇവനാണ്. ബാക്കി എല്ലാ മക്കളും വലുതായി. മക്കൾ വലുതായതിൻ്റെ ഒരു മിസ്സിങ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാറുന്നത് ഹാസിം ഉള്ളപ്പോഴാണ്. അപ്പോൾ അവനും സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണ് കേട്ടോ. ഇനി അവനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അവൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ബേബി എന്നുള്ള ഇതിൽ നിന്ന് ആൾ ചേഞ്ച് ആയല്ലോ. അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നു. അപ്പോൾ അവിടുത്തെ ആൻറ്റിമാരാണ് കേട്ടോ അവനകത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ ഞാൻ അവനൊന്നും കാണാതെ ഒന്ന് സൈഡിൽ നിന്ന് എത്തി നോക്കിയതാണ്. ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോഴത്തേനും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോയിട്ടാണ്. അപ്പോൾ അത്രേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഒരു 2 മണി ആ ഒരു സമയത്താണ് കേട്ടോ തിരിച്ച് വന്നത്. അപ്പോൾ വന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം സൈക്കിളോ ജീപ്പോ ഒന്നും ഓടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സൈക്കിൾ ഓടിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആൾ. വണ്ടിയിൽ നിന്ന് നല്ല ചാടിയാണ് കേട്ടോ ഇറങ്ങിയത്. കൈമ ഒരു സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അതൊക്കെ കാണിച്ചു. കുറേ നേരം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചിലതിനൊക്കെ ആൻസർ കിട്ടി, ചിലതിനൊന്നും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.